ക്ഷമ ബൈബിൾ ക്വിസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ന്യായാധിപന്മാരുടെ പുസ്തകം അധ്യായം 14 ബൈബിൾ ക്വിസ്. തിമ്നയിൽ ചെന്നപ്പോൾ ശിംശോൻ കണ്ടതാരെ? ഒരു ഫെലിസ്ത്യ കന്യകയെ. ആരെ തനിക്ക് ഭാര്യയായിട്ട് എടുക്കണം എന്നാണ് ശിംശോൻ അവന്റെ അപ്പനോടും അമ്മയോടും പറഞ്ഞത്? തിമ്നയിൽ കണ്ട ഫെലിസ്ത്യ കന്യകയെ. ഫെലിസ്ത്യ സ്ത്രീയെ തനിക്ക് ഭാര്യയായിട്ട് എടുക്കണം എന്ന് ശിംശോൻ അവന്റെ അപ്പനോടും അമ്മയോടും പറഞ്ഞപ്പോൾ അവന്റെ മാതാപിതാക്കൾ അവനോട് ചോദിച്ചതെന്ത്? അഗ്രചർമ്മികളായ ഫെലിസ്ത്യരിൽ നിന്ന് നീ ഒരു ഭാര്യയെ എടുപ്പാൻ പോകേണ്ടതിന് നിന്റെ സഹോദരന്മാരുടെ കന്യകമാരിലും നമ്മുടെ സകല ജനത്തിലും യാതൊരുത്തിയും ഇല്ലയോ? നിന്റെ സഹോദരന്മാരുടെ കന്യകമാരിലും നമ്മുടെ സകല ജനത്തിലും യാതൊരുത്തിയും ഇല്ലയോ എന്ന് ശിംശോന്റെ അപ്പനും അമ്മയും ചോദിച്ചപ്പോൾ ശിംശോൻ തന്റെ അപ്പനോട് പറഞ്ഞതെന്ത്? അവളെ എനിക്ക് എടുക്കണം, അവളെ എനിക്ക് ബോധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഏത് യഹോവയാൽ ഉണ്ടായത് എന്ന് അവന്റെ അപ്പനും അമ്മയും അറിഞ്ഞില്ല. ഫെലിസ്ത്യരുടെ ഇടയിൽ നിന്ന് ഭാര്യയെ എടുക്കുന്നത്. ശിംശോന്റെ കാലത്ത് ആരായിരുന്നു ഇസ്രയേലിനെ വാണിരുന്നത്? ഫെലിസ്ത്യർ. ആർ ഫെലിസ്ത്യരുടെ നേരെ അവസരം അന്വേഷിക്കുകയായിരുന്നു? യഹോവ. ശിംശോനും അവന്റെ അപ്പനും അമ്മയും എവിടേക്കാണ് പോയത്? തിമ്നയിലേക്ക്. തിമ്നയ്ക്കരികെയുള്ള മുന്തിരിത്തോട്ടങ്ങളിൽ എത്തിയപ്പോൾ അവന്റെ നേരെ അലറി വന്നതെന്ത്? ഒരു ബാലസിംഹം. എപ്പോഴാണ് യഹോവയുടെ ആത്മാവ് ശിംശോന്റെ മേൽ വന്നത്? ബാലസിംഹം അവന്റെ നേരെ അലറി വന്നപ്പോൾ. ശിംശോൻ കയ്യിൽ ഒന്നും ഇല്ലാതിരിക്കെ ബാലസിംഹത്തെ എങ്ങനെ കീറിക്കളഞ്ഞു? ഒരു ആട്ടിൻകുട്ടിയെ പോലെ. താൻ എന്ത് ചെയ്ത കാര്യം അപ്പനോടും അമ്മയോടും പറഞ്ഞില്ല. ബാലസിംഹത്തെ ഒരു ആട്ടിൻകുട്ടിയെ പോലെ കീറിക്കളഞ്ഞ കാര്യം. ശിംശോൻ ആരോട് സംസാരിച്ചു? ആ സ്ത്രീയോട് സംസാരിച്ചു. ശിംശോന് ആരെയാണ് ബോധിച്ചത്? താൻ സംസാരിച്ച സ്ത്രീയെ. എപ്പോഴാണ് അവളെ വിവാഹം കഴിപ്പാൻ തിരികെ പോയത്? കുറെ കാലം കഴിഞ്ഞ ശേഷം. കുറെ കാലം കഴിഞ്ഞ ശേഷം അവളെ വിവാഹം കഴിപ്പാൻ തിരികെ പോകയിൽ എന്ത് നോക്കേണ്ടതിനാണ് മാറി ചെന്നത്? സിംഹത്തിന്റെ ഉടൽ.
സിംഹത്തിന്റെ ഉടൽ നോക്കുവാൻ മാറി ചെന്നപ്പോൾ ഉടലിനകത്ത് ശിംശോൻ കണ്ടതെന്ത്? ഒരു തേനീച്ചക്കൂട്ടവും തേനും കണ്ടു. സിംഹത്തിന്റെ ഉടലിനകത്ത് കണ്ട തേനെടുത്ത് ശിംശോൻ എന്തു ചെയ്തു? കയ്യിലെടുത്ത് തിന്നും കൊണ്ട് നടന്നു. ശിംശോൻ സിംഹത്തിന്റെ ഉടലിനകത്ത് കണ്ട തേൻ കയ്യിലെടുത്ത് തിന്നും കൊണ്ട് നടന്ന് ആരുടെ അടുക്കൽ ചെന്ന് അവർക്കും കൊടുത്തു? അപ്പന്റെയും അമ്മയുടെയും അടുക്കൽ. എവിടെ നിന്നും തേൻ എടുത്തു എന്ന് അപ്പനോടും അമ്മയോടും പറഞ്ഞില്ല. സിംഹത്തിന്റെ ഉടലിൽ നിന്ന് തേൻ എടുത്തു എന്ന്. ആ സ്ത്രീയുടെ വീട്ടിൽ ചെന്നതാര്? ശിംശോന്റെ അപ്പൻ. ആരാണ് സ്ത്രീയുടെ വീട്ടിൽ ഒരു വിരുന്ന് കഴിച്ചത്? ശിംശോൻ. തിമ്നയിൽ ശിംശോൻ ഒരു വിരുന്ന് കഴിച്ചത് എന്തുകൊണ്ടാണ്? യൗവനക്കാർ അങ്ങനെ ചെയ്യുക പതിവായിരുന്നു. ആരവനെ കണ്ടപ്പോൾ അവനോടുകൂടെ ഇരിപ്പാൻ 30 തോഴന്മാരെ കൊണ്ടുവന്നു. തിമ്നക്കാർ. വിരുന്നിൽ 30 തോഴന്മാരോട് ശിംശോൻ എന്തു പറയാം എന്ന് പറഞ്ഞു? ഒരു കടം പറയാം എന്ന് പറഞ്ഞു. കടം വീട്ടാൻ ശിംശോൻ തോഴന്മാർക്ക് എത്ര സമയം നൽകി? വിരുന്നിന്റെ 7 ദിവസത്തിനകം. വിരുന്നിന്റെ 7 ദിവസത്തിനകം കടം വീട്ടിയാൽ തോഴന്മാർക്ക് എന്തു തരാമെന്ന് ശിംശോൻ വാഗ്ദാനം ചെയ്തു? 30 ഉള്ളങ്കിയും 30 വിശേഷ വസ്ത്രവും തരാമെന്ന്. കടം വീട്ടാൻ അവർക്ക് കഴിഞ്ഞില്ലെങ്കിൽ തോഴന്മാർ എന്തു തരണമെന്ന് ശിംശോൻ പറഞ്ഞു? 30 ഉള്ളങ്കിയും 30 വിശേഷ വസ്ത്രവും തരേണം എന്നു പറഞ്ഞു. കടം വീട്ടുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിലോ നിങ്ങൾ എനിക്ക് 30 ഉള്ളങ്കിയും 30 വിശേഷ വസ്ത്രവും തരേണമെന്ന് ശിംശോൻ പറഞ്ഞപ്പോൾ തോഴന്മാർ അവനോട് പറഞ്ഞതെന്ത്? കടം പറക, ഞങ്ങൾ കേൾക്കട്ടെ. തോഴന്മാരോട് ശിംശോൻ പറഞ്ഞ കടം കഥ എന്ത്? ഭോക്താവിൽ നിന്ന് ഭോജനവും മലനിൽ നിന്ന് മധുരവും പുറപ്പെട്ടു. എത്ര ദിവസമായിട്ടും കടം വീട്ടുവാൻ തോഴന്മാർക്ക് കഴിഞ്ഞില്ല. 3 ദിവസത്തോളം. ഏഴാം ദിവസം അവർ ശിംശോന്റെ ഭാര്യയോട് പറഞ്ഞതെന്ത്? ഞങ്ങൾക്ക് പറഞ്ഞു തരുവാൻ തക്കവണ്ണം നിന്റെ ഭർത്താവിനെ വശീകരിക്ക. ഞങ്ങൾക്ക് പറഞ്ഞു തരുവാൻ തക്കവണ്ണം നിന്റെ ഭർത്താവിനെ വശീകരിക്ക, അല്ലെങ്കിൽ ഞങ്ങൾ എന്തു ചെയ്യുമെന്നാണ് തോഴന്മാർ ശിംശോന്റെ ഭാര്യയോട് പറഞ്ഞത്. അല്ലെങ്കിൽ ഞങ്ങൾ നിന്നെയും നിന്റെ പിതൃഭവനത്തെയും തീ വച്ച് ചുട്ടുകളയും.
എന്തിനു വേണ്ടിയാണോ നീ ഞങ്ങളെ വിളിച്ചത് എന്നാണ് തോഴന്മാർ ശിംശോന്റെ ഭാര്യയോട് ചോദിച്ചത്. ഞങ്ങളുടെ വസ്തു കരസ്ഥമാക്കേണ്ടതിനോ? ശിംശോന്റെ ഭാര്യ അവന്റെ മുമ്പിൽ കരഞ്ഞു പറഞ്ഞതെന്ത്? നീ എന്നെ സ്നേഹിക്കുന്നില്ല, എന്നെ ദ്വേഷിക്കുന്നു. എന്റെ അസ്മാദികളോട് ഒരു കടം പറഞ്ഞിട്ട് എനിക്കത് പറഞ്ഞു തന്നില്ലല്ലോ എന്ന് പറഞ്ഞു. എന്റെ അസ്മാദികളോട് ഒരു കടം പറഞ്ഞിട്ട് എനിക്കത് പറഞ്ഞു തന്നില്ലല്ലോ എന്ന് ശിംശോന്റെ ഭാര്യ പറഞ്ഞപ്പോൾ ശിംശോൻ അവളോട് പറഞ്ഞതെന്ത്? എന്റെ അപ്പനും അമ്മയ്ക്കും ഞാൻ അത് പറഞ്ഞു കൊടുത്തിട്ടില്ല, പിന്നെ നിനക്ക് പറഞ്ഞു തരുമോ എന്ന് പറഞ്ഞു. വിരുന്നിന്റെ എത്ര ദിവസവും അവൾ അവന്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ടിരുന്നു. 7 ദിവസവും. ഏഴാം ദിവസം ശിംശോൻ അവൾക്ക് കടം പറഞ്ഞു കൊടുത്തത് എന്തുകൊണ്ട്? അവൾ അവനെ അസഹ്യപ്പെടുത്തുക കൊണ്ട്. തന്റെ അസ്മാദികൾക്ക് കടം പറഞ്ഞു കൊടുത്തതാര്? ശിംശോന്റെ ഭാര്യ. ഏഴാം ദിവസം സൂര്യൻ അസ്തമിക്കും മുൻപേ പട്ടണക്കാർ ശിംശോനോട് പറഞ്ഞ കടത്തിന്റെ ഉത്തരം എന്ത്? തേനിനേക്കാൾ മധുരമുള്ളത് എന്ത്? സിംഹത്തേക്കാൾ ബലമുള്ളത് എന്ത്? എന്റെ പശുക്കിടാവിനെ പൂട്ടി ഉഴുതില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുകയില്ലായിരുന്നു എന്നാണ് ശിംശോൻ പട്ടണക്കാരോട് പറയുന്നത്. എന്റെ കടം വീട്ടുകയില്ലായിരുന്നു. തന്റെ ഭാര്യയെക്കുറിച്ച് പറയുമ്പോൾ ശിംശോൻ ഉപയോഗിക്കുന്ന പദം എന്ത്? പശുക്കിടാവ്. യഹോവയുടെ ആത്മാവ് ശിംശോന്റെ മേൽ വന്നപ്പോൾ അവൻ ചെയ്തതെന്ത്? അവൻ അസ്കലോനിലേക്ക് ചെന്ന് 30 പേരെ കൊന്ന് അവരുടെ ഉടുപ്പൂരി കടം വീട്ടിയവർക്ക് വസ്ത്രം കൊടുത്തു. കടം വീട്ടിയവർക്ക് വസ്ത്രങ്ങൾ കൊടുത്തതിന് ശേഷം ശിംശോൻ എവിടേക്കാണ് പോയത്? തന്റെ അപ്പന്റെ വീട്ടിൽ പോയി. ശിംശോന്റെ ഭാര്യ ആർക്ക് ഭാര്യയായി തീർന്നു? അവന്റെ കൂട്ടുകാരനായിരുന്ന തോഴന്. ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇവിടെ അവസാനിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.